സൃഷ്ടിയിലൂടെ ദൈവം മനുഷ്യനും ലോകത്തിനും സകലവും പകർന്നു നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ദൈവം അവരെ അനുഗ്രഹിച്ചു. സകലത്തെയും വാഴുവാൻ അവർക്ക് അധികാരവും നൽകി. സൃഷ്ടിച്ച ദൈവം സൃഷ്ടിയെ കരുതി പരിപാലിക്കുന്നതിനും ശ്രദ്ധാലുവാണ്. അതാണ് ദൈവസൃഷ്ടിയുടെ മേന്മ. ദൈവം നമ്മെയും നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെയും എപ്പോഴും പരിപാലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റു ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭൂമിയിൽ മാത്രം ജീവൻ നിലനിൽക്കുന്നത്. ദൈവത്തിന് നമ്മോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഏറ്റവും വലിയ പ്രതീകമാണ് നമ്മുടെ അന്തരീക്ഷം. ഭൂമിയെ ഒരു കവചം പോലെ ആവരണം ചെയ്യുന്ന വായുമണ്ഡലത്തെയാണ് ഭൗമാന്തരീക്ഷം എന്ന് വിളിക്കുന്നത്. ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളുടെയും ജീവന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അന്തരീക്ഷം അത്യാവശ്യമാണ്. ഉയരം കൂടുന്തോറും നേർത്തുവരുന്ന അന്തരീക്ഷത്തിന്റെ വ്യാപ്തി ഏകദേശം 1000 കിലോമീറ്ററായി കണക്കാക്കപ്പെടുന്നു. ചുരുക്കം ചില വാതകങ്ങളുടെ മിശ്രിതമാണ് നാം ശ്വസിക്കുന്ന വായു. ഓരോ ദിവസവും മനുഷ്യൻ ആയിരക്കണക്കിന് ലിറ്റർ വായു ശ്വസിക്കുന്നു. അതായത് ഒരു ദിവസം ഏകദേശം 8640 ലിറ്റർ വായു മനുഷ്യന്റെ ശ്വാസകോശത്തിന് ആവശ്യമായി വരും എന്നാണ് പറയപ്പെടുന്നത്. ഒരു നിമിഷം പോലും വായു കൂടാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല. ഇതുകൂടാതെ അത്ഭുതകരങ്ങളായ ഒരുപാട് പ്രക്രിയകൾക്ക് ഈ അന്തരീക്ഷം കാരണമാകുന്നു. കാറ്റ്, മേഘങ്ങൾ, കാഴ്ചയിൽ വിസ്മയമുണർത്തുന്ന മഴവില്ലുകൾ തുടങ്ങിയ എല്ലാ പ്രതിഭാസങ്ങളുടെയും ഉറവിടം നമ്മുടെ അന്തരീക്ഷമാണ്. ദൈവം മനുഷ്യന് എപ്പോഴും കാവലാണ്. 78.08% നൈട്രജനും 20.95% ഓക്സിജനും 0.93% ആർഗണും ചെറിയ അളവിൽ കാർബൺ ഡയോക്സൈഡും നിയോൺ, ഹീലിയം, മീഥേൻ, ഓസോൺ, നീരാവി തുടങ്ങിയ വാതകങ്ങളും എല്ലാം കൂടി ചേർന്നതാണ് നമുക്ക് ചുറ്റുമുള്ള വായു. വായുവിൽ അടങ്ങിയിരിക്കുന്ന ഈ വാതകങ്ങളുടെ അനുപാതം ഭൂമിയിൽ എല്ലായിടത്തും ഏറെക്കുറെ തുല്യമാണ്. ഈ വാതകങ്ങൾ കൂടാതെ പൊടിപടലങ്ങളും മറ്റു മലിനവാതകങ്ങളും വായുവിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇവയുടെ അളവ് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് നീരാവി. മനുഷ്യൻ ജീവിക്കാനായി എന്നും ആശ്രയിക്കുന്ന കാറ്റ്, മഴ തുടങ്ങിയ വിവിധ പ്രകൃതി പ്രക്രിയകൾക്കും അതോടനുബന്ധിച്ചുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾക്കും കാരണമായി തീരുന്നത് ഈ നീരാവിയിലെ ഏറ്റക്കുറച്ചിലുകളാണ്. നാനാരീതിയിൽ അന്തരീക്ഷത്തിൽ കടന്നുകൂടുന്ന മലിനധൂളികൾക്കും നമ്മുടെ കാലാവസ്ഥാ മാറ്റങ്ങളിൽ പങ്കുണ്ട്. അന്തരീക്ഷത്തിൻ്റെ ഉയരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഓസോൺ വാതകമാണ് അന്തരീക്ഷത്തിലെ മറ്റൊരു പ്രധാന ഘടകം. ഓക്സിജന്റെ 3 അണുക്കളടങ്ങിയ ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള കരുതൽ തുറന്നു കാണിക്കുന്ന തന്മാത്രാരൂപമാണ് ഓസോൺ. അന്തരീക്ഷത്തിൽ വ്യാപകമായി അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ രൂപത്തേക്കാൾ അസ്ഥിരമാണ് ഓസോൺ രൂപം. അന്തരീക്ഷത്തിന്റെ താഴ്ന്ന നിലയിലുള്ള ഓസോൺ ജന്തുക്കളിലെ ശ്വസന വ്യവസ്ഥയ്ക്ക് ഹാനികരമായ വാതകമാണ്. എന്നാൽ സൃഷ്ടാവായ ദൈവമാണ് ഈ ഭൂമിയെയും നമുക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തെയും സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിനേറ്റവും മികച്ച ഉദാഹരണമാണ് ഓസോൺ പാളികൾക്ക് ദൈവം നൽകിയ സ്ഥാനം. അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിൽ കാണപ്പെടുന്ന ഓസോൺ സൂര്യപ്രകാശത്തിലടങ്ങിയ അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയുടെ ഉപരിതലത്തിലെത്തുന്നതിൽ നിന്ന് തടയുന്നു. നാം ഉൾപ്പെടുന്ന ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ദോഷം വരുത്തുന്ന വികിരണമാണ് അൾട്രാ വയലറ്റ്.
സൗരപ്രസരണത്തിലെ അത്യുഗ്രവും വിപൽക്കരവുമായ അൾട്രാവയലറ്റ് രശ്മികളെ അരിച്ചെടുത്ത് നിഷ്ക്രിയമാക്കുന്നതിൽ ഓസോൺ കാര്യമായ പങ്കുവഹിക്കുന്നു. ഭൂമിയെ ഒരു കുട പോലെ കാക്കുന്ന സൃഷ്ടാവിൻ്റെ മഹാ അത്ഭുതം. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഒഴികെ അന്തരീക്ഷ ഘടന ഏറെക്കുറെ സ്ഥിരതയുള്ളതാണ്. അന്തരീക്ഷത്തിൻ്റെ താപനില അടിസ്ഥാനമാക്കി അന്തരീക്ഷത്തെ പ്രത്യേക മണ്ഡലങ്ങളായി വിഭജിക്കാവുന്നതാണ്. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിൻ്റെ താപനില കുറയുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലത്തോട് തൊട്ടുകിടക്കുന്ന അന്തരീക്ഷ മേഖലയെ ട്രോപ്പോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങളുടെ കാര്യത്തിലും അവയുടെ ഉപരിതലത്തിനോട് ചേർന്ന് കാണുന്ന അന്തരീക്ഷ മേഖലയെ ട്രോപ്പോസ്ഫിയർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. തിരിയുന്ന അല്ലെങ്കിൽ ഇളകുന്ന ഭാഗം എന്ന അർത്ഥത്തിലാണ് ഈ മേഖലയ്ക്ക് ട്രോപ്പോസ്ഫിയർ എന്ന പേര് വന്നത്. ഭൂമിയുടെ ഉപരിതലത്തിന് തൊട്ടുകിടക്കുന്ന അന്തരീക്ഷ മേഖലയായതിനാൽ ഈ മേഖലയെ ഭൂസ്പർശ മേഖലയെന്നും പറയുന്നു. അന്തരീക്ഷ ജലാംശത്തിൻ്റെ 9 ഭാഗവും ഈ മണ്ഡലത്തിൽ തങ്ങി നിൽക്കുന്നു. ഇതുകൂടാതെ മലിനധൂളികൾ വ്യാപിക്കുന്നതും വ്യാപരിക്കുന്നതും ഈ മേഖലയിൽ തന്നെയാണ്. ട്രോപ്പോസ്ഫിയർ മേഖലയിലെ ജലാംശം, കാർബൺ ഡയോക്സൈഡ് എന്നിവ സൂര്യതാപത്തിൻ്റെ ക്രമവിതരണം ഉൾപ്പെടെ ഭൂമിയുടെ താപനില സമീകരിക്കുന്നതിൽ കാര്യമായ പങ്കുവഹിക്കുന്നു. ആകാശത്തിൽ നാം കാണുന്ന മനോഹരങ്ങളായ മേഘങ്ങളും ഭൂമിയെ കുളിരണിയിക്കുന്ന കാറ്റും എന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മഴയും അങ്ങനെ ഭൂമിയുടെ നിലനിൽപ്പിനാവശ്യമായ എല്ലാം ഈ മേഖലയുടെ സംഭാവനയായി കണക്കാക്കപ്പെടുന്നു. ഈ മേഖലയിൽ ഓരോ കിലോമീറ്റർ ഉയരുമ്പോഴും 6.5 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറയുന്നു. ട്രോപ്പോസ്ഫിയറിൻ്റെ അതിർത്തി മേഖലയെ ട്രോപ്പോപോസ് എന്ന് വിളിക്കുന്നു. ട്രോപ്പോപോസിൻ്റെ ഉയരം ഭൂമിയുടെ മധ്യരേഖാ പ്രദേശങ്ങളിൽ 17 കിലോമീറ്ററിനടുത്തും ധ്രുവപ്രദേശങ്ങളിൽ 12 കിലോമീറ്ററിനടുത്തുമായി കണക്കാക്കപ്പെടുന്നു. ഈ അതിര് ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ട്രോപ്പോസ്ഫിയറിനെയും അതിന് തൊട്ടുമുകളിലുള്ള സ്ട്രാറ്റോസ്ഫിയർ എന്ന അന്തരീക്ഷ മേഖലയെയും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ 30 ഡിഗ്രിയാണ് താപനിലയെങ്കിൽ ട്രോപ്പോപോസിലെ താപനില -75 ഡിഗ്രി വരെയായി കുറയുന്നു. ട്രോപ്പോസ്ഫിയറിന് മുകളിലായാണ് അന്തരീക്ഷത്തിൻ്റെ രണ്ടാമത്തെ പാളിയായ സ്ട്രാറ്റോസ്ഫിയർ ആരംഭിക്കുന്നത്. ഭൂമിയെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും ജീവജാലങ്ങൾക്കെന്നും ഒരു കവചമായും നിലകൊള്ളുന്ന മേഖലയാണ് ഇത്. സ്ട്രാറ്റോസ്ഫിയർ മേഖല ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിലെ താപനില കാര്യമായ വ്യത്യാസം അനുഭവപ്പെടാതെ നിലനിൽക്കുന്നു. എന്നാൽ ഉയരങ്ങളിലേക്ക് എത്തുന്തോറും ട്രോപ്പോസ്ഫിയറിന് വിഭിന്നമായി താപനില ഉയർന്നു വരുന്നതായി കാണാം. അൾട്രാവയലറ്റ് രശ്മികളുടെ അവശോഷണം മൂലമാണ് ഇവിടെ താപനില വർദ്ധിക്കുന്നത്. ഒരു കുട പോലെ ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ മേഖലയുടെ ഒരു ഉപമേഖലയാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ ജലാംശമോ പൊടിപടലങ്ങളോ കാണുന്നില്ല. അതിനാൽ തന്നെ മേഘങ്ങളില്ലാത്ത നിർമ്മല മേഖലയാണിത്. എങ്കിലും ഉയരെയായി വല്ലപ്പോഴും മാത്രം പ്രത്യക്ഷപ്പെടുന്ന ചിപ്പി മേഘങ്ങൾ ഇളം നീല ആകാശത്തെ കടുംനീലയോ കറുപ്പോ ആയി മാറ്റുന്നു. വളരെ നേർത്ത സ്ഥിരതയുള്ള വായു നിൽക്കുന്ന പ്രദേശമായതിനാലും പൊടിപടലങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത മേഖലയായതിനാലും ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ മേഖലയാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ അതിർത്തി മേഖലയാണ് സ്ട്രാറ്റോപാസ്.
തൊട്ടുമുകളിലുള്ള മിസോസ്ഫിയർ മേഖലയെ സ്ട്രാറ്റോസ്ഫിയർ മേഖലയിൽ നിന്ന് വേർതിരിക്കുന്ന അതിർവരമ്പ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. അന്തരീക്ഷത്തിൽ ഏതാണ്ട് 50 കിലോമീറ്റർ മുതൽ 90 കിലോമീറ്റർ ഉയരം വരെ അത് പടർന്നു കിടക്കുന്നു. ഉയരം കൂടുന്തോറും താപനില കുറയുന്ന മേഖലയാണിത്. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങളായ നോക്ടിലൂസൻ മേഘങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മിസോസ്ഫിയറിലാണ്. ശൈത്യകാലങ്ങളിലെ രാത്രികളിൽ ആകാശത്ത് കാണാൻ സാധിക്കുന്ന അതിമനോഹരമായ കാഴ്ചയ്ക്കുറവിടമാണ് ഈ മേഘങ്ങൾ. അതിനാൽ തന്നെ നിശാദീപങ്ങൾ എന്നാണ് ഈ മേഘങ്ങൾ അറിയപ്പെടുന്നത്. 1885 ക്രാക്കത്തോവ അഗ്നിപർവ്വതം പൊട്ടിയതിൻ്റെ ഫലമായി ധാരാളം ജലകണങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി രാത്രിയിൽ ആകാശത്ത് കാണപ്പെട്ട ഈ മേഘത്തെ മനുഷ്യൻ കൗതുകത്തോടെ പഠിക്കാൻ ആരംഭിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു അളവുകോലായും ആകാശത്ത് കാണുന്ന ഈ അത്ഭുതത്തെ ശാസ്ത്രം കാണുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ് ഓരോ നിമിഷവും നാം കടന്നുപോകുന്നത്. ദൈവം സൃഷ്ടിച്ച സംരക്ഷണ വലയമാണ് അന്തരീക്ഷം. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയെരിയുന്നത് മിസോസ്ഫിയറിലാണ്. അതിനാൽ ഉൽക്കാവർഷ പ്രദേശമെന്നും മിസോസ്ഫിയർ അറിയപ്പെടുന്നു. ഭൗമോപരിതലത്തിൽ നിന്ന് 80 മുതൽ 400 വരെ കിലോമീറ്റർ ഉയരത്തിലായാണ് തെർമോസ്ഫിയർ പാളി. മെസോസ്ഫിയർ മേഖലയ്ക്ക് മുകളിലായാണ് തെർമോസ്ഫിയർ മേഖല കാണപ്പെടുന്നത്. തെർമോസ്ഫിയറിന് മുകളിലുള്ള പ്രദേശത്തെ എക്സോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. 2500 ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടെ താപനില ഉയരാറുണ്ട്. ഭൂമിയിൽ നിന്നും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് ധ്രുവദീപ്തി അഥവാ ആറോറ. പ്രകൃതിദത്തമായ ഈ പ്രതിഭാസം നടക്കുന്നത് തെർമോസ്ഫിയർ മേഖലയിലാണ്. സൂര്യനിൽ നിന്നുള്ള വൈദ്യുത ചാർജ് കണികകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ, നൈട്രജൻ തുടങ്ങിയ വാതകങ്ങളിൽ നിന്നുള്ള കണങ്ങളുമായി കൂട്ടിയിടിക്കുമ്പോൾ ആകാശത്ത് കാണാൻ സാധിക്കുന്ന ഒരു ലൈറ്റ് ഷോയാണിത്. പച്ച, ചുവപ്പ്, മഞ്ഞ അല്ലെങ്കിൽ വെള്ള നിറങ്ങളിൽ ആകാശത്ത് കാണുന്ന അത്ഭുതം. ആറോറയെ ചിലപ്പോൾ പോളാർ ലൈറ്റ് എന്നും വിളിക്കാറുണ്ട്. ആർട്ടിക്, അന്റാർട്ടിക് പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഇത് കാണപ്പെടുന്നത്. ഭൂമിയുടെ കാന്തിക ധ്രുവങ്ങളിൽ നിന്ന് 18 ഡിഗ്രി മുതൽ 23 ഡിഗ്രി വരെ അകലെയുള്ള ഉപരിയാന്തരീക്ഷ മേഖലയിൽ രാത്രിയുടെ ആദ്യയാമം മുതൽ സൂര്യവെളിച്ചം കാണും വരെ ഈ പ്രതിഭാസം കാണാൻ സാധിക്കും. ദക്ഷിണധ്രുവത്തിൽ ഈ പ്രതിഭാസത്തെ അറോറ ഓസ്ട്രേലിസ് എന്നും ഉത്തരധ്രുവത്തിൽ ഇതിനെ അറോറ ബോറിയാലിസ് എന്നും വിളിക്കുന്നു. സദേൺ നോർത്തേൺ ലൈറ്റുകൾ എന്നും ഈ പ്രതിഭാസത്തെ വിളിക്കാറുണ്ട്. നമുക്ക് മുകളിൽ നാം ശ്വസിക്കുന്നതും നല്ല കാലാവസ്ഥയ്ക്കായി ആശ്രയിക്കുന്നതും ഭൂമിയുടെ അന്തരീക്ഷത്തെയാണ്. ഒന്നു നോക്കിയാൽ മനോഹരമായ കടൽ പോലെ വ്യാപിച്ചു കിടക്കുകയാണ് അന്തരീക്ഷം. കടലിലെ ജീവജാലങ്ങൾ പോലെയാണ് നമ്മളും അന്തരീക്ഷത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത്. പുറത്തു കടന്നാൽ ജീവിതം അസാധ്യമാണ്. കടലിലെ തിരമാലകൾ പോലെയാണ് ആകാശത്ത് വായുസഞ്ചാരം. നിറങ്ങളിലും രൂപങ്ങളിലും വ്യത്യസ്തമായ മേഘങ്ങൾ.
കാഴ്ചയ്ക്ക് ഗോചരമായ രീതിയിൽ ഭൗമാന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ചുണ്ടാകുന്ന വാതക പിണ്ഡങ്ങളാണ് മേഘങ്ങൾ. അവയുടെ രൂപത്തിൻ്റെയും അവ നിലകൊള്ളുന്ന സ്ഥാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പലതായി തിരിച്ചിരിക്കുന്നു. ആകാശത്തിൻ്റെ മുകൾ തട്ടിലായി മിനുമിനുത്തൊരു സിൽക്ക് ഷാൾ പോലെ നാട കെട്ടിയതുമാതിരിയുള്ള മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. നാട, നാര്, തൂവൽ തുടങ്ങിയ ആകൃതിയിൽ വളരെ മൃദുവായി തോന്നുന്ന അരികുകൾ ഉണ്ടായിരിക്കും. നിശ്ചലമായി ഒരേ സ്ഥലത്ത് കുറേയേറെ നേരം ഇവയുണ്ടാകും. സൂര്യൻ ഉയർന്ന തലങ്ങളിൽ നിൽക്കുമ്പോൾ തൂവെള്ള നിറത്തിലായിരിക്കും ഇവ കാണപ്പെടുക. വെളുത്തുരുണ്ട പഞ്ഞിക്കെട്ടുകൾ പോലെ ആകാശത്തിന്റെ താഴ്ന്ന തലങ്ങളിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. മഴക്കാലത്തോടടുത്ത സമയങ്ങളിൽ ക്യുമുലസ് മേഘങ്ങൾ കൂടുതൽ കാണപ്പെടുന്നു. കേരളത്തിൽ വളരെ സാധാരണമായ ക്യുമുലസ് മേഘങ്ങൾ നീലാകാശത്ത് വ്യക്തമായ അതിരുകളോടുകൂടിയാണ് കാണപ്പെടുന്നത്. ഇവയ്ക്കുള്ളിലെ വായു പ്രവാഹത്തിനനുസരിച്ച് ഇവയുടെ ആകൃതി മാറിക്കൊണ്ടേയിരിക്കും. അനുകൂല സാഹചര്യങ്ങളിൽ ഇവയ്ക്ക് മഴമേഘങ്ങളായി മാറാൻ സാധിക്കും. ക്യുമുലസ് മേഘങ്ങളെപ്പോലെ വ്യക്തമായ അതിരുകളില്ലാത്ത മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ആകാശം മുഴുവൻ മേഘാവൃതമായിരിക്കും എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് സ്ട്രാറ്റസ് മേഘങ്ങളെപ്പറ്റിയാണ്. സ്ട്രാറ്റസ് മേഘങ്ങൾ അനുകൂല സാഹചര്യങ്ങളിൽ മഴക്കാറുകളായി മാറും. അപ്പോൾ ഇവയെ നിംബോ സ്ട്രാറ്റസ് എന്ന് വിളിക്കുന്നു. സ്ട്രാറ്റസ് മേഘങ്ങളിൽ ഉദയാസ്തമന വേളകളിലെ ചുവന്ന സൂര്യപ്രകാശം പതിക്കുമ്പോഴാണ് ആകാശം ചെമ്മാനമായി കാണപ്പെടുന്നത്. മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമേറിയ മേഘങ്ങളാണ് ക്യുമുലോ നിംബസ് മേഘങ്ങൾ. ഒരു വലിയ മേഘത്തൂൺ പോലെയാണ് ക്യുമുലോ നിംബസ് മേഘങ്ങൾ കാണപ്പെടുക. ശക്തമായ മഴയും കാറ്റും ഇടിയും ചിലപ്പോഴൊക്കെ ആലിപ്പഴ വർഷവും ഈ മേഘങ്ങളുടെ പ്രത്യേകതയാണ്. ഈ മേഘങ്ങൾക്ക് വളരെ കട്ടിയുള്ളതിനാൽ സൂര്യപ്രകാശത്തെ അവ ഗണ്യമായി തടഞ്ഞു നിർത്തുന്നു. അതിനാലാണ് മഴമേഘങ്ങളുടെ അടിഭാഗം കറുത്തിരുണ്ട് കാണപ്പെടുന്നത്. കേൾക്കുമ്പോൾ ഒരുപാട് കൗതുകവും അത്ഭുതവും ഉളവാക്കുന്ന വിസ്മയമാണ് ദൈവത്തിൻ്റെ സൃഷ്ടി. മനുഷ്യനെ സംരക്ഷിക്കാനും അവനെ നിലനിർത്താനും ദൈവം സൃഷ്ടിച്ച അത്ഭുത ലോകമാണ് ഈ ഭൂമി. ഓരോ നിമിഷവും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം, അവിടുത്തെ സ്തുതിക്കാം. അത്രത്തോളം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അന്തരീക്ഷത്തിനും മനുഷ്യന്റെ പ്രവൃത്തികൾ ഭീഷണിയുണ്ടാക്കുന്നു. ആഗോളവൽക്കരണത്തിന്റെയും വ്യവസായവൽക്കരണത്തിന്റെയും ഫലമായി ഭൂമിയിൽ നിന്നും ഉയരുന്ന വാതകങ്ങൾ അന്തരീക്ഷത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നു. ഓസോൺ പാളികളിൽ കണ്ടെത്തിയ വിള്ളലുകൾ ഇത് വ്യക്തമാക്കുന്നു. അന്തരീക്ഷത്തിൽ നിവർത്തിവെച്ച കുട പോലെ നമ്മെ സംരക്ഷിക്കുന്ന ഓസോൺ പാളിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നാം തന്നെയാണ്. റെഫ്രിജറേറ്ററും കീടനാശിനികളും വ്യവസായശാലകളിൽ നിന്ന് ബഹിർഗമിക്കുന്ന ക്ലോറോഫ്ലൂറോ കാർബണും അഥവാ CFCയുമാണ് ഓസോൺ ശോഷണത്തിന് പ്രധാന ഹേതു. വാഹനത്തിൽ നിന്നുള്ള പുക, വ്യവസായശാലകളിൽ നിന്ന് പുറത്തുവരുന്ന വ്യത്യസ്ത വാതകങ്ങൾ, ചപ്പുചവറുകൾ കത്തുമ്പോഴുണ്ടാകുന്ന വ്യത്യസ്ത വാതകങ്ങൾ എന്നിവയും ഓസോൺ ശോഷണത്തിന് വഴിയൊരുക്കുന്നു. അങ്ങനെ നമ്മുടെ പ്രവൃത്തികൾ തന്നെ നമ്മുടെ സംരക്ഷണ ഭിത്തി തകർക്കാൻ കാരണമാകുന്നു. നമ്മുടെ നിലനിൽപ്പിനാവശ്യമായ ഈ അന്തരീക്ഷത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പൂവ് പൂക്കുന്നതിന് കാരണങ്ങളില്ല. വെറുതെ പൂക്കാൻ വേണ്ടി പൂക്കുന്നു. സ്നേഹിക്കാൻ വേണ്ടി മാത്രം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ ആവിഷ്കാരവും വെളിവാകലുമാണ് സൃഷ്ടിയിലൂടെ നടക്കുന്നത്. അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നത് ആകാശവും ഭൂമിയുമാണ്.
സൃഷ്ടിക്കപ്പെടുന്നതിൽ സൃഷ്ടിയുടെ മുദ്രയുണ്ട്. സൃഷ്ടിയുടെ ആഗ്രഹം എല്ലാ സൃഷ്ടങ്ങളിലുമുണ്ട്. കാരണം ദൈവത്തിൻ്റെ ഛായയിൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. സ്വർഗസ്ഥനായ പിതാവിനോട് എല്ലാ സൃഷ്ടികളും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായി നമുക്കതിനെ കാണാൻ കഴിയും. ഞങ്ങളുടെ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്. അതിനുള്ളിൽ സകലരുമുണ്ട്. സൃഷ്ടി മുഴുവൻ അതിലടങ്ങിയിരിക്കുന്നുവെന്ന് പറയാം. എല്ലാം സൃഷ്ടിച്ച ദൈവം, എല്ലാം നടത്തുന്ന ദൈവം, എല്ലാം പരിപാലിക്കുന്ന ദൈവം, ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.